നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്ന വചനഭാഗം. അതുകൊണ്ട് നിങ്ങൾ സങ്കീർത്തനം 27:4-5 നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. എല്ലാ പ്രാവശ്യം ചെയ്യാറുള്ളതുപോലെ ബൈബിൾ എടുക്കുക, ഈ സങ്കീർത്തനം എടുക്കുക, ശാന്തമായിട്ട് സ്വസ്ഥാനങ്ങളിലിരിക്കുക. ഏതാനും നിമിഷം വചനം കേട്ട് നമ്മൾ കർത്താവിനെ ആരാധിച്ച് തുറന്നു വരുന്ന ഈ ദിവസം മുഴുവനും ഈ സാന്നിധ്യത്തിലായിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കും. അതുകൊണ്ട് ബൈബിൾ എടുത്ത് ഈ പേജിലാണ് നിങ്ങൾ ഈ ആഴ്ച നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടത്. സങ്കീർത്തനം 27:4-5 തിരുവചനങ്ങൾ. സങ്കീർത്തനം 27:4-5 തിരുവചനങ്ങൾ ഞാൻ ചൊല്ലിത്തരാം. എന്നോടൊപ്പം എന്നോട് ചേർന്ന് നിങ്ങൾ ഈ സങ്കീർത്തനം ചൊല്ലി ആദ്യം പ്രാർത്ഥിക്കുക. അതേ തുടർന്ന് നമ്മൾ ഈ വചനത്തെ ആത്മാവെന്താണ് ഈ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് ഒരാഴ്ചക്കാലം അത് നമ്മൾ കേൾക്കുന്നതാണ്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. സങ്കീർത്തനം 27:4-5. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിന്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിന്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. ക്ലേശകാലത്ത് അവിടുന്ന് തന്റെ ആലയത്തിൽ നിന്ന് എനിക്ക് അഭയം നൽകും. തന്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇനി 1-2 കാര്യങ്ങൾ നിങ്ങൾ ശാന്തമായിട്ട് ഇരുന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. വചനം ആരംഭിക്കുന്ന ഇങ്ങനെയാണ്. ദാവീദ്, സങ്കീർത്തനം എഴുതിയ ദാവീദ് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ: ദൈവമേ, ഒരു കാര്യം മാത്രമേ ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നുള്ളൂ. ഒറ്റ കാര്യം. അല്ല, നമുക്കിപ്പോൾ ആൾക്കാരുടെ മുമ്പിലിരിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ആഗ്രഹിക്കാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ അപേക്ഷകളുണ്ട്, എല്ലാം ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മുടെ ഉള്ളിൽ. പക്ഷേ ദാവീദ് പറഞ്ഞ കർത്താവിൻ്റെ കൂടെ, ഈശോയെ തമ്പുരാനെ, ഒറ്റ കാര്യമുള്ളൂ, ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ഒറ്റ കാര്യം എനിക്ക് അപേക്ഷിക്കാനുള്ളൂ, ഒറ്റ കാര്യം ഞാൻ തേടുന്നുള്ളൂ. അതെന്താണ്? കർത്താവേ, അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ. ഒറ്റ കാര്യം ആഗ്രഹിക്കുന്നുള്ളൂ. ദാവീദിന് മനസ്സിലായി ഈ സാന്നിധ്യത്തിലാണ് മറ്റെല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നതെന്ന്. അതുകൊണ്ടായിരിക്കും സങ്കീർത്തകൻ പറഞ്ഞത്, കർത്താവ്, ഒരൊറ്റ കാര്യം ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എനിക്ക് രാജ്യത്വം വേണ്ട, എനിക്ക് അംഗീകാരം വേണ്ട, പ്രശംസ വേണ്ട, ഇതൊന്നും വേണ്ട. പക്ഷെ ദാവീദ് പറഞ്ഞു, എനിക്ക് വേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഈശോയെ, കർത്താവേ, നിന്റെ ആലയത്തിൽ വസിക്കാൻ, നിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ, അതും ജീവിതകാലം മുഴുവൻ അവിടത്തെ ആലയത്തിൽ വസിക്കാൻ. ഇപ്പൊ കർത്താവിന്റെ മാധുര്യം ആസ്വദിക്കാനും അവിടത്തെ ഹിതം ആരാഞ്ഞ് അവിടത്തെ ആലയത്തിൽ വസിക്കാൻ, അവിടത്തോട് കൂടെ ഇരിക്കാൻ. ഇന്നത്തെ ദിവസം നമ്മുടെ ഈ മറക്കളവറിന്റെ ഏറ്റവും വിശിഷ്ടമായ അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത് ഈശോയുടെ കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. കൂടെ ഇരിക്കുക, ആ സാന്നിധ്യത്തിൽ ഇരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്നത്തെ ദിവസം 1 മണിക്കൂറെങ്കിലും പറ്റുമെങ്കിൽ നിങ്ങൾ നിശബ്ദമായിട്ട് ഈശോയുടെ കൂടെ ഇരിക്കണം. അതിൽ കൂടുതൽ മണിക്കൂറുകൾ പറ്റുന്നവര് നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ദിവ്യകാരുണ്യനാഥന്റെ ഈശോയുടെ കൂടെ ഇരിക്കുക. എന്നെ ഈ ദിവസങ്ങളിൽ ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യമാണ്, 12 മണിക്കൂർ സമയവും ഈ ദിവ്യകാരുണ്യനാഥന്റെ കൂടെ ഇരുന്ന അനേകം മക്കള് നമ്മുടെ ഈ ശുശ്രൂഷയിലുണ്ട്. ഭക്ഷണം പോലും കഴിക്കാതെ, വേറെ ഒരു കാര്യത്തിനും പോകാതെ ഈശോയുടെ സാന്നിധ്യത്തിൽ, ആ സാന്നിധ്യം തരുന്ന ആനന്ദത്തിലും സമാധാനമൊക്കെ അനുഭവിച്ച് സാന്നിധ്യത്തിൽ ഇരിക്കാൻ പറ്റും. അത് തന്നെയാണ് സങ്കീർത്തക പറഞ്ഞ, കർത്താവ്, ഒരൊറ്റ കാര്യം എനിക്കുള്ളൂ, നിന്റെ ആലയത്തിൽ വസിക്കാൻ, നിന്റെ സാന്നിധ്യമുള്ളിടത്ത് ഇരിക്കാൻ, നിന്റെ സാന്നിധ്യമുള്ളിടത്ത് ജീവിതകാലം മുഴുവനും ഈ ആലയത്തിൽ വസിക്കാൻ തന്നെ. എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതകാലം മുഴുവനും ഈ സാന്നിധ്യം അനുഭവിക്കാൻ.
വേറെ ഒന്നും എനിക്ക് ആഗ്രഹമില്ലെന്ന്. എന്തെല്ലാം ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടല്ലേ, അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റൂ ഈ ആരാധന നിമിഷങ്ങളിൽ. തമ്പുരാനെ, എൻ്റെ ആഗ്രഹങ്ങളെ മാറ്റി വെച്ചിട്ട് നിന്റെ കൂടെ ഒന്ന് ഇരിക്കാനുള്ളൊരാഗ്രഹം എൻ്റെ ഹൃദയത്തിന് തരണമേ. എൻ്റെ ഹൃദയം തുറന്ന് സ്നേഹിച്ച കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ എൻ്റെ ഹൃദയത്തിന് ഈ ഒരു ആഗ്രഹം, ഒരു ദാഹം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. സങ്കീർത്തകനുണ്ടായ ഒരു ദാഹം ഉണ്ടല്ലോ, ആ ദാഹം ഇപ്പൊ നമ്മളിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോയെ, സങ്കീർത്തകന് ദാവീദിൽ നിറഞ്ഞ ഈ ഒരു ദാഹം, ഈ ഒരു ആഗ്രഹം, ഈ ഒരു തീവ്രമായ താല്പര്യം തമ്പുരാനെ എൻ്റെ ഹൃദയത്തിൽ നീ തരണം. നിന്റെ കൂടെ ഇരിക്കാൻ നിശ്ചയമായി ഈ ലോക ജീവിതത്തിന് ശേഷം എക്കാലവും നിന്റെ കൂടെ വസിക്കേണ്ടവരാണല്ലോ ഞങ്ങൾ. നിത്യതയിൽ നിന്നോടൊപ്പം നിത്യമായി വസിക്കേണ്ടവരാണല്ലോ ഞങ്ങൾ. ഈശോ, ഈ ഭൂമിയിൽ നിന്നോട് കൂടെ ആയിരിക്കാൻ, നിന്റെ ആ സ്നേഹവലയം അനുഭവിക്കാൻ, നിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കർത്താവേ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് സങ്കീർത്തകൻ പറഞ്ഞത് ആ കർത്താവിൻ്റെ കൂടെ ഇരുന്നിട്ട് 2 കാര്യങ്ങളാണ് സങ്കീർത്തകൻ പറഞ്ഞത്. എന്തൊക്കെയാ? ഒന്ന്, അവിടുത്തെ മാധുര്യം ആസ്വദിക്കാൻ. പ്രവാചകൻ പറഞ്ഞ തേനിനേക്കാൾ മധുരമേറിയതാണ്. സങ്കീർത്തകൻ 34:8 പറയുന്നില്ലേ, ആ കർത്താവ് നല്ലവനെന്ന് നിങ്ങൾ രുചിച്ചറിയുവിൻ. ഇപ്പോ അവന്റെ മാധുര്യം ആസ്വദിക്കണമെങ്കിൽ, അത് രുചിച്ചറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ടേസ്റ്റ് ചെയ്യണം. ഈശോയുടെ കൂടെ ഇരുന്നാണ് ഈ സാന്നിധ്യം നമ്മൾ ആസ്വദിക്കാൻ തുടങ്ങുന്നത്. ചില പിള്ളേരോടൊക്കെ ചില ഭക്ഷണം കഴിക്കാൻ പറയും. ആദ്യമായിട്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് ഏതെങ്കിലുമൊക്കെ ആദ്യമായിട്ട് കൊടുക്കുന്ന ഭക്ഷണം പിള്ളേർ പറയും, എനിക്ക് വേണ്ട, താല്പര്യമില്ല, എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ ചിലയിടങ്ങളിൽ പറയും. നമ്മൾ പറയും, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്, ഇച്ചിരി ടേസ്റ്റ് ചെയ്യ്, അത് ഇഷ്ടപ്പെട്ടില്ല കഴിക്കണം എന്നൊക്കെ പറയും അല്ലേ. ഇപ്പൊ ടേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ചിലർ കൊള്ളാലോ, വീട്ടുകടി എന്ന് പറയുന്ന പോലെ ഈശോയുടെ സാന്നിധ്യവും സ്നേഹവും രുചിച്ചറിയുവിൻ എന്നാണ് വചനം പറയുന്നത്. രുചിച്ചറിയുവിൻ, അനുഭവിച്ചറിയുവിൻ. അത്രയും മാധുര്യമേറിയ ഒരു സ്നേഹമാണ് കർത്താവിൻ്റെ സ്നേഹം. അത്ര മധുരമേറിയ സ്നേഹമാണ്. ലോകം ഇന്ന് വരെ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത, ലോകത്തിന് ഇന്ന് വരെ ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായും മനസ്സിലാക്കാൻ പോലും പറ്റാത്ത അത്ര പരിശുദ്ധമായ, നിസ്വാർത്ഥമായ, സ്വന്തം ജീവൻ ബലിയായി നൽകിയ സ്നേഹമാണ് കർത്താവ് പറയുന്നത് രുചിച്ചറിയുവിനെന്ന്. ഈ മാധുര്യം ആസ്വദിക്കാനാണ് സങ്കീർത്തകൻ ആഗ്രഹിച്ചത്. കർത്താവെ, ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ വേളയിൽ കർത്താവ് ഈ ഒരു ദാഹം ഞങ്ങൾക്ക് തരണം. ഈശോയുടെ സ്നേഹത്തിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ. ലോകം വെച്ച് നീട്ടിയ പലതിൻ്റെയും സുഖവും മാധുര്യമൊക്കെ ആസ്വദിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ. ലോകം വെച്ച് നീട്ടിയ പല അടിമത്തങ്ങളുടെയും അനുഭവങ്ങളിലേക്ക് പോലും പോയതിൻ്റെ കാരണം ഇന്നലകളിൽ പലതും രുചിച്ചതാണ്, പലതും ടേസ്റ്റ് ചെയ്തതാണ്. പാപത്തിന്റെ, അശുദ്ധിയുടെ, ദുശീലങ്ങളുടെ അടിമത്തത്തിലേക്ക് ഇന്ന് നമ്മുടെ മക്കള്, തലമുറകളൊക്കെ എത്തി നിൽക്കുന്നതിന് കാരണം എന്താ? കൂട്ടുകാരോടൊത്ത് മദ്യപിക്കാനും കഞ്ചാവ് എടുക്കാനും പുകവലിക്കാനും ഇതൊക്കെ പോയി എവിടെയോ ഒന്ന് ടേസ്റ്റ് ചെയ്താണ്. ഇതിപ്പോ പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ അടിമത്തത്തിലേക്ക് എത്തി. അപ്പൊ അത് മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എന്താണ്? ഈ നാവ് കൊണ്ട് കർത്താവിനെ രുചിച്ചറിയുക. ഡോക്ടേഴ്സൊക്കെ ഈ വലിക്കുന്നവരടുത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ വലി നിർത്താൻ വേണ്ടി ആദ്യം പറയുന്നത്, പെട്ടെന്ന് വലി നിർത്താനല്ല പറയുന്നത്, ചുവിങ്കോക്ക് മേടിച്ച് അവയ്ക്കാൻ പറയും. എന്തിനാണ്? ആ ഒരു ടെൻഡൻസി ഉണ്ട്. എന്ന് പറയുന്ന പോലെ നമുക്ക് ഇന്നലകളിൽ നമുക്കുണ്ടായിരുന്ന ലോകം വെച്ച് നീട്ടിയ ആ ടെൻഡൻസിയെ, ആകർഷണത്തെ അതിജീവിക്കാൻ യേശുവിൻ്റെ സ്നേഹം നാം രുചിച്ചറിയേണ്ടതുണ്ട്. ഇത് ലോകം തരുന്ന സ്നേഹമല്ല. ലോകത്തിൽ ആർക്കും ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റില്ല. നമ്മുടെ മാനുഷികമായ ബലഹീനതകൾ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുമോ? എങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നത്? നമ്മളെ വേദനിപ്പിച്ചവരെ നമ്മൾ ശരിക്കും മനസ്സുകൊണ്ട് ചിലപ്പോൾ സ്നേഹിക്കണമെന്നൊക്കെ തീരുമാനം എടുക്കാൻ പറ്റും. പക്ഷേ യഥാർത്ഥ അനുഭവത്തിലേക്ക് വരും ബുദ്ധിമുട്ടാണ്. ക്ഷമിക്കാൻ, എളിമപ്പെടാൻ, ചിലതൊക്കെ വിട്ടുകൊടുക്കാൻ, പൊറുക്കാനൊക്കെ എന്തോരം നമ്മൾ അസ്വസ്ഥരാണ്, പറ്റാതെ പോകുന്നവരാണ്. അപ്പം നമുക്ക് ആ മാനുഷിക ബലഹീനതകളുണ്ട്, കുറവുകളുണ്ട്. അവിടെയാണ് കർത്താവിൻ്റെ സാന്നിധ്യം, ഈശോയുടെ സ്നേഹം നമ്മളെ ഈ വിഷയങ്ങളിലൊക്കെ ബലപ്പെടുത്തുന്നത്, അഭിഷേകം ചെയ്യുന്നത്. കർത്താവേ, സങ്കീർത്തകൻ ആഗ്രഹിച്ചതുപോലെ നിന്റെ മാധുര്യം ആസ്വദിക്കാൻ
നീ ഞങ്ങളെ സഹായിക്കണമേ. രണ്ടാമത് പറഞ്ഞെന്നാണെന്നറിയാമോ? കർത്താവേ, അവിടുത്തെ ഹിതമാരായാൻ, നിന്റെ ഹിതം മനസ്സിലാക്കാൻ, നിന്റെ ഹിതമനുസരിച്ച് ജീവിക്കാനും എക്കാലവും ഈ ആലയത്തിൽ ഈ സാന്നിധ്യത്തിൽ വസിക്കാൻ. 1 തെസ്സലോനിക്ക 5-ാം അധ്യായം അതിൻ്റെ 16, 17, 18 തിരുവചനങ്ങളിൽ യേശുക്രിസ്തുവിൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാം 3 കാര്യങ്ങളാണ് പറയുന്നത്. 1, എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുക. 2, ഇടവിടാതെ പ്രാർത്ഥിക്കുക. 3, എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുവിൻ. 1, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുക. ഇതാണ് യേശു ക്രിസ്തുവിൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം. ശരിക്കും നമ്മളെപ്പോഴും സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മളെപ്പോഴും സന്തോഷവാന്മാരാണോ? നമ്മുടെ സന്തോഷമൊക്കെ പോകാൻ എന്തോരം സമയം വേണം? നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദമൊക്കെ കെട്ടടങ്ങാൻ എത്ര നിമിഷം വേണം? പക്ഷേ കർത്താവിൻ്റെ സ്നേഹവലയത്തിലായിരിക്കുന്നവന് അവൻ അനുഭവിക്കുന്ന ആത്മീയ ആനന്ദം നഷ്ടപ്പെട്ടു പോകില്ല. കാരണം ഈശോ കൂടെയുണ്ട്. ആ സാന്നിധ്യത്തിൻ്റെ സന്തോഷമാണ്. ഇവരാണ് ഇടപെടാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനോടുള്ള ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ഈശോയോടുള്ള ഒരു കണക്ഷൻ, അത് ഒരിക്കലും തകർന്നു പോകാതെ സൂക്ഷിക്കാൻ. ഈ കണക്ഷൻ വിടുമ്പോഴാണ് നാം പാപത്തിൽ വീഴുന്നത്. ഈ കണക്ഷൻ, ഈ ബന്ധം മുറിയുന്നിടത്താണ് പാപത്തിൽ വീഴുന്നത്. മറ്റൊരു വാക്യം പറഞ്ഞ പുണ്യ ജീവിതം, ഈശോടൊത്തുള്ള ജീവിതം അവസാനിക്കുന്നിടത്താണ് പാപജീവിതം ആരംഭിക്കുന്നത്. എപ്പോഴൊക്കെ നമ്മൾ പാപത്തിലേക്ക് വീണു പോയിട്ടുണ്ടോ, ദുശീലങ്ങളിലേക്കും അടിമത്തങ്ങളിലേക്കും അവിശ്വസ്തതകളിലേക്കും ഒക്കെ നമ്മൾ വീണു പോയിട്ടുണ്ടോ, അതിൻ്റെ മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ് ഈശോയോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. പ്രാർത്ഥന മുറിയാത്തൊരു ജീവിതത്തെ പിശാചിന് തൊടാൻ പറ്റില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിന്റെ പ്രാർത്ഥന മുറിച്ചിട്ടുണ്ട്, നിന്റെ ഈശോയോടുള്ള ബന്ധം മുറിച്ചിട്ടുണ്ട്, വിശുദ്ധ കുർബാനയോടുള്ള ബന്ധം മുറിച്ചിട്ടുണ്ട്, നിന്റെ കുമ്പസാരത്തിൽ നിന്നെ അകറ്റിയിട്ടുണ്ട്. ഇതിന് ശേഷം നിന്നെ തകർക്കാൻ പറ്റുള്ളൂ, നിന്നെ പാപത്തിൽ വീഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കർത്താവിനോടുള്ള ബന്ധം മുറിയാതെ സൂക്ഷിക്കുക, അതാണ് ഇടപെടാതെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്താണ്? എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഞാൻ ചോദിച്ചോട്ടെ, എല്ലാ കാര്യങ്ങളും ഓർത്ത് ശരിക്കും ദൈവത്തിന് നന്ദി പറയാൻ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടോ? നമ്മുടെ സങ്കടങ്ങളെ ഓർത്ത് നമ്മൾ എന്തെങ്കിലും നന്ദി പറയും? നമ്മുടെ വേദനകളെ ഓർത്ത്, നമ്മൾ അനുഭവിക്കുന്ന സഹനങ്ങളെ ഓർത്ത്, രോഗങ്ങളെ ഓർത്ത്, നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഒരു കണ്ണുനീരിൻ്റെ അനുഭവം, ഈ അനുഭവത്തെ ഓർത്ത് ദൈവം നിനക്ക് നന്ദി എന്ന് എന്തെങ്കിലും പറയും. കാരണം എന്താ? ദൈവം അനുവദിക്കുന്ന എല്ലാ അനുഭവങ്ങളുടെയും പിന്നിൽ നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ട ഒരു ആലോചനയുണ്ട്, നമ്മുടെ ഉപരിവിശുദ്ധീകരണത്തിന് വേണ്ട ഒരാലോചന ദൈവത്തിനുണ്ട്. അപ്പോൾ ദൈവം അനുവദിച്ച സഹനമാണെങ്കിൽ, വേദനയാണെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ദൈവാലോചന എന്താണെന്നല്ലേ ചോദിക്കണ്ടേ? എന്തിനാണ് ദൈവം തന്നെ, എന്തിനാണ് ദൈവം ഇത് അനുവദിച്ചത്? അപ്പോൾ ആ സഹനങ്ങളെ ഓർത്ത്, അതുകൊണ്ടാണല്ലോ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം ദൈവം നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് പറഞ്ഞ്. നിന്റെ സഹനങ്ങളെ, വേദനകളൊക്കെ അതിലുള്ള നന്മ എന്താണെന്ന് ആത്മാവ് നിനക്ക് വെളിപ്പെടുത്തി തരും പിൽക്കാലങ്ങളിൽ. ഒരുപക്ഷെ കർത്താവേ, ഞങ്ങളുടെ എല്ലാ സഹനങ്ങളിലും നിന്നെ ആരാധിക്കാം, വേദനകളിൽ നിന്നെ ആരാധിക്കാം, കണ്ണുനീർ കയത്തിന്റെ നടുവിലും നിന്നെ ആരാധിക്കാനും നിന്നെ സ്നേഹിക്കാനും നിനക്ക് നന്ദി പറയാനും എല്ലാ നന്ദി പ്രകാശിപ്പിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നിട്ട് സങ്കീർത്തകം കൂട്ടിച്ചേർക്കുകയാണ്. 27-ാം അധ്യായത്തിൻ്റെ അടുത്ത വചനത്തിൽ പറയുകയാണ്, കർത്താവിൻ്റെ ആലയത്തിൽ വസിക്കാനും അവിടുത്തെ ഹൃദയം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ ആലയത്തിൽ വസിക്കാൻ തന്നെ. 5-ാമത്തെ വചനം, ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും, തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും, എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. ഇത് പ്രോമിസാണ്, ഇത് വാഗ്ദാനമാണ്. എൻ്റെ ക്ലേശകാലത്ത് ഞാൻ കർത്താവിനോട് ചേർന്നിരുന്നാൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. 1, അവൻ നിന്നെ സഹായിക്കും, അഭയം നൽകും, ഹെൽപ്പ് ചെയ്യും. 2, അവൻ നിന്നെ ഒളിപ്പിക്കും എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ട് ചെയ്യും, സംരക്ഷിക്കും. 3, അവൻ നിന്നെ ഉയർത്തും, പാറമേൽ കയറ്റി നിർത്തും എന്ന് പറഞ്ഞാൽ
എന്നെ ഉയർന്ന പാറമേൽ നിർത്തും എന്ന് പറഞ്ഞാൽ നീ തകർന്നു വീണു പോയ, തളർന്നു പോയ എല്ലാ അവസ്ഥകളിൽ നിന്ന് കർത്താവ് നിന്നെ കൈക്ക് പിടിച്ച് ഉയർത്തുന്നു. മനസ്സ് തളർന്ന, ശരീരം തളർന്നുണ്ട്, ആത്മാവ് തളർന്നുണ്ട്, എന്തും ആകട്ടെ, കർത്താവിനോട് ചേർന്നിരിക്കാൻ തുടങ്ങുമ്പോൾ ഈ തളർന്നു വീണു പോയ എല്ലാ അനുഭവങ്ങളിലും നമ്മൾ ഉയർത്തെഴുന്നേൽക്കാൻ തുടങ്ങും. ഒരു ഉയർപ്പുണ്ട് നമുക്ക്. അതുകൊണ്ടാണല്ലോ സങ്കീർത്തകൻ 46:1 പറയുന്നത്, ദൈവം ഞങ്ങളുടെ അഭയവും ശക്തിയും നമ്മുടെ കഷ്ടതകളിൽ അവൻ നമ്മെ സഹായിക്കുന്നവനുമാണ്. വിശ്വസിക്കാം, കർത്താവേ, ഞങ്ങളുടെ ഏതനുഭവത്തിലും നിന്നോട് ചേർന്നിരിക്കാൻ, പ്രത്യേകിച്ച് ഈ ദിവസം നിന്റെ കൂടെ ഇരിക്കാൻ നീ തന്ന ദിവസമാണ്. ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്റെ സാന്നിധ്യം കൊണ്ട് ദേവാലയമായി തീരേണ്ട ദിവസമാണ്. ഞങ്ങളുടെ ഭവനങ്ങളെ, ഞങ്ങളുടെ ഭവനം അല്ലെ, ശരീരമാകുന്ന ഭവനം, ഞങ്ങളാകുന്ന ഭവനം, ഇത് നിന്റെ സാന്നിധ്യം കൊണ്ട് വിശുദ്ധീകരിക്കപ്പെടേണ്ട ദിവസമാണ്. നിന്റെ സ്നേഹത്താൽ, നിന്റെ സാന്നിധ്യത്തിൽ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് നൽകിയ വചനത്തെ ഓർത്ത് നന്ദി പറയാം. ഈ ദിവസം മുഴുവനും ഈ വചനം മനസ്സിലിട്ട് ധ്യാനിക്കണം. ആ വചനത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ച കാര്യങ്ങൾ ഇങ്ങനെ ഹൃദയത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് ഉള്ളോട് പറഞ്ഞുകൊണ്ടിരിക്കണം, ഈശോയെ, ഒറ്റ കാര്യം എനിക്ക് ആഗ്രഹമുള്ളൂ, എന്താണ്? നിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ, നിന്റെ ആലയത്തിൽ എക്കാലവും വസിക്കാൻ, നിന്റെ മാധുര്യം ആസ്വദിക്കാൻ, നിന്റെ ഹിതമാരായ ഒറ്റ കാര്യം ഞാൻ അപേക്ഷിക്കുന്നു. ഒരു കാര്യം മാത്രമേ ഞാൻ തേടുന്നുള്ളൂ. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്ക്, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കുമെന്ന് മത്തായി 6:33 വചനം പറയുന്നുണ്ടല്ലോ. കർത്താവേ, അവിടുത്തെ സാന്നിധ്യം, സ്നേഹമൊക്കെ അനുഭവിക്കാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കാം. കഷ്ടപ്പാടുകളുടെ, വേദനകളുടെ, സങ്കടങ്ങളുടെ ഒക്കെ നടുവിലും ദൈവമേ എന്നൊന്ന് വിളിക്കാൻ. വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ആ പ്രശ്നങ്ങളിൽ വല്ലാതെ കടന്ന് മനസ്സ് തകർന്നും ഭാരപ്പെട്ടും ആ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കാതെ ആ പ്രശ്നത്തിന് പരിഹാരം എൻ്റെ കർത്താവിലുണ്ടെന്നും മനസ്സിലാക്കി കർത്താവിങ്കിലേക്ക് തിരിയാനുള്ള ഒരു ജ്ഞാനം, ആ ജ്ഞാനത്തിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. കർത്താവിൻ്റെ വലിയ സ്നേഹമാണ് ഈ വചനത്തിലൂടെ കർത്താവ് നമുക്ക് തന്നത്. ഈ ലോകത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും മാധുര്യമേറിയ സ്നേഹം, ഏറ്റവും സുന്ദരമായ സാന്നിധ്യം, ഏറ്റവും മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ഒരുപോലെ സൗഖ്യം തരുന്ന സാന്നിധ്യമാണ് പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം, ജീവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം. ഒരു കാര്യം മാത്രം ഞാൻ അപേക്ഷിക്കുന്നു, ഒറ്റ കാര്യം മാത്രം ഞാൻ തേടുന്നു, ദൈവമേ, നിന്റെ ആലയത്തിൽ എക്കാലവും വസിക്കാൻ എന്ന് സങ്കീർത്തകൻ പറഞ്ഞതിനോടൊപ്പം ചേർന്ന് കർത്താവെ ഞങ്ങൾ പറയുന്നു, ഉള്ളിൽ ഞങ്ങൾക്ക് ഈ ഒരു ആഗ്രഹം തരണമേ, ഉള്ളിൽ ഞങ്ങൾക്ക് ഈ ഒരു ദാഹം തരണമേ. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഈ സാന്നിധ്യത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കർത്താവേ, ഈ മക്കളെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, നിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കാൻ കർത്താവേ, ലോകത്തിന്റെ പല കോണുകളിലായിരിക്കുന്ന ഈ മക്കളെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവേ, ഇന്ന് ഈ അൾത്താരയ്ക്ക് മുമ്പിൽ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മക്കളെ ഓർത്ത് നന്ദി പറയുന്നു. ഈ ദിവസക്കാലം മുഴുവനും ഈ ഭവനത്തിൽ കയറി ഇറങ്ങി വരുന്നവര്, ഈ പ്രാർത്ഥനകൾ, അർപ്പിക്കപ്പെടുന്ന പ്രാർത്ഥനകള്, അത് ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നവര്, ആ പ്രാർത്ഥനാ നിയോഗങ്ങള് എല്ലാം യേശുവേ നിന്റെ പരിശുദ്ധനാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷയുടെ പ്രത്യേക നിയോഗം നമുക്കറിയാം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വൈകിട്ടത്തെ ആരാധനയിൽ പ്രത്യേകം വിടുതലിന് വേണ്ടി ഈ വിഷയം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കും. ഈ ദിവസം മുഴുവനും ഈ അൾത്താരയ്ക്ക് മുമ്പിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന മക്കളില്ലാത്ത എല്ലാ ദമ്പതിമാരെയും ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കും. കർത്താവേ, അവരുടെ വേദന എന്തെന്നറിയുന്നവൻ അങ്ങാണ്. എത്രമാത്രം സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കി കൊണ്ടു നടക്കുന്ന മക്കളാണ് അവരെന്ന് അറിയുന്നവൻ അങ്ങാണ്. യേശുവേ, കണ്ണുനീരോടെ സ്നേഹത്തിൽ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ നീ അനുഗ്രഹിക്കണമേ. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിന്റെ സാന്നിധ്യം മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നിന്റെ സാന്നിധ്യം മതി ഞങ്ങളെ സഹായിക്കാൻ, ഞങ്ങളെ ബലപ്പെടുത്താൻ, ഞങ്ങളെ അഭിഷേകം ചെയ്യാൻ, ഞങ്ങളെ സുരക്ഷിതരായിരിക്കാൻ. നിന്റെ പരിശുദ്ധ സാന്നിധ്യം മതി. ആ സാന്നിധ്യം അനുഭവിക്കുവാൻ, ആ സാന്നിധ്യത്തിൽ ഇരിക്കുവാൻ കർത്താവേ നീ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ഹൃദയം കൊണ്ട് നിന്നെ പൂജിക്കാൻ, ഹൃദയത്തിൽ നിന്നെ പൂജിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ.
ഈശോയെ ആരാധന 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 ആരാധന. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. പാടിക്കേ. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിക്ഷരാക്കിടുന്ന എല്ലാ കുറവുകൾക്കും നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്നെ മുഖമൊന്നു കാണുവാൻ നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയാക്കി എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാനത് നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയാക്കി താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പൂ പോ സൂതനയിൽ ചൂളമതിൽ പൊന്നുപൂ പോ ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി. നിന്റെ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ മക്കളെ അനുഗ്രഹിക്കണമേ, കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ കുടുംബങ്ങളോട് നീ കരുണ കാണിക്കണമേ. കർത്താവേ മക്കൾ അനുഭവിക്കുന്ന എല്ലാ വേദനകളും നീ ഏറ്റെടുക്കണമേ. ഇവിടെ സങ്കടങ്ങളിൽ ഇവരെ നീ ആശ്വസിപ്പിക്കണമേ, ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ അങ്ങേക്ക് ആരാധന യേശുവേ അങ്ങേക്ക് ആരാധന. യേശുവേ അങ്ങേക്ക് ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഈശോയെ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.